ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് ഒരു ട്രിപ്പ് പോകാമെന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ട്രിപ്പ് പോകാൻ പറഞ്ഞിട്ട് നമ്മുടെ പുതിയൊരു ഐലാൻഡ് ആയില്ലേ, ട്രോപ്പിക് ഐലൻഡ്, അവിടേക്കാണ് വന്നിരിക്കുന്നത്. അയ്യോ, എന്തോ പറ്റി, നമ്മുടെ വണ്ടിക്ക് ചെറിയ തകരാറ് പോലെ ആ വണ്ടി ഡ്രിഫ്റ്റാവുന്നു. ഓക്കെ, നമ്മുടെ വണ്ടി ചെറുതായിട്ടൊന്ന് ഡ്രിഫ്റ്റ് ആവുന്നുണ്ട്. നമുക്കെന്തായാലും കയറിയല്ലേ പറ്റില്ല. ഡ്രിഫ്റ്റ് ആവുന്നു. ഇപ്പം എന്താ ചെയ്യാ? റൈസ് കൊടുത്തു നോക്കാം. എടാ, ഇത് ഡ്രിഫ്റ്റ് ആവുന്നടാ. അപ്പം നമ്മൾ എന്ത് ചെയ്യും മല്ലയ്യ? ഗൈസ്, ഓഫ് റോഡ് പോണത് നടക്കത്തില്ല. കാര്യം നമ്മുടെ ജീപ്പ് ടയർ തീരെയില്ല ഗൈസ്. ഇവിടെ എവിടെയെങ്കിലും ടയർ സെൻറ്റർ ഉണ്ടെങ്കിൽ മാറ്റാം, ഇല്ലെങ്കിൽ നമ്മൾ അരിവ് കാണാൻ പോണ്ടി വരും. അപ്പോൾ ചിലപ്പോൾ ഞാൻ മീറ്റപ്പ് വെക്കുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ ഐ ഡി ഞാൻ അതിൽ മെൻഷൻ ചെയ്യും ഗൈസ്. നിങ്ങൾ എന്നെ വേണമെങ്കിൽ വിളിക്കാം. ഓക്കെ, നിങ്ങളുടെ മീറ്റപ്പിനോ എൻ്റെ മീറ്റപ്പിനോ ഞാൻ ഏത് മീറ്റപ്പ് ആയാലും നിങ്ങളെ വിളിക്കുകയൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ കയറുകയും ചെയ്യാം. ഓക്കെ, എന്തായാലും അപ്പോൾ ഇന്ന് നമ്മൾ സോളോ ട്രിപ്പാണ് ഇറങ്ങിയിരിക്കുന്നത്. കാരണം നമ്മുടെ ബ്രോസൊന്നും ഇപ്പോൾ ഓൺലൈനിൽ കാണത്തില്ല. കാരണം അവന്മാരൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി പോയിരിക്കുകയാണ്. ഇതെന്തോ റിവീലാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. എന്തോ റിവീലുണ്ട്, അവന്മാർ പോകണം പറഞ്ഞു. എന്നെ വിളിച്ചിട്ടില്ല, അത് കാരണം ഞാൻ പോയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി സെറ്റാക്കി പാർക്ക് ചെയ്തിട്ട് ഇവിടെ പാർക്ക് ചെയ്തിടാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മളിത് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾ വന്നത് ഈ ഒരു പുതിയ താറിലാണ്. ഈ പുതിയ താറ് നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമുക്ക് കിട്ടി, നമ്മൾ വാങ്ങിച്ചതാണ്. ഓക്കെ, എന്താണ് നമ്മുടെ അരുവി ഇതായിരിക്കുന്ന ഗൈസ്. പിന്നെ വേറെ ഏതെങ്കിലും കൊട്ടാരത്തിലും വല്ലത് പോവാം. കൊട്ടാരത്തിൽ പോയാലോ? അതെ ഗൈസ്, കൊട്ടാരത്തിൽ പോകണ വഴി നമ്മുടെ മാപ്പിലുണ്ടെന്നോ, നമ്മുടെ വണ്ടിയുടെ മാപ്പിൽ നോക്കി കാണുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ നമുക്കെന്തായാലും മാപ്പ് ചെക്ക് ചെയ്യാം. മാപ്പിൽ ഇത് എവിടെയാണോ നമുക്ക് ഹൈഡ് ചെയ്തത് കൊണ്ട് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കിട്ടി ഗൈസ്. നോക്കാം. ഓക്കെ, ഇവിടെയായിട്ട് നമ്മുടെ ലൊക്കേഷൻ ഫിക്സ് ചെയ്തേക്കാം. ഓക്കെ, നമ്മുടെ ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ട്. നമുക്കെന്തായാലും ഈ വഴി അങ്ങോട്ട് പോയി ഹൈഡ് ചെയ്തത് കൊണ്ട് ഒന്നും നമുക്ക് പിടികിട്ടുന്നില്ല. അതാണ് നമ്മുടെ ഹൈഡ് ചെയ്തുള്ള പ്രശ്നം. എല്ലാവരും ഹൈഡ് ചെയ്യുന്നുണ്ട്, അത് കാരണം ഞാൻ ഹൈഡ് ചെയ്ത് നോക്കാമെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ ഹൈഡ് ചെയ്ത് നോക്കി. അത്രയേ ഉള്ളൂ. നമ്മൾ ഹൈഡ് ചെയ്ത് വണ്ടി ഓടിക്കുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എങ്ങോട്ടാ പോകേണ്ടത് പോലെ എനിക്കറിയുന്നുള്ളൂ, അതാണ് സത്യം. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ടെമ്പിളിലേക്ക് പോകാനുള്ള വഴി ഇതാണെന്ന് തോന്നുന്നു. നമ്മൾ വന്ന വഴിയില്ലത്, അത് സ്വന്തം വഴിയിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് എൻ്റെ ഒരു ആശങ്ക. നമുക്കിവിടെ ഒരു റൂട്ടും കാണുന്നില്ല. നമുക്ക് ഈ വഴി അങ്ങോട്ട് വെച്ച് പറപ്പിക്കാം.
ഇവിടെ എവിടെയോ വഴിയുണ്ട്, എനിക്കറിയാം ഗൈസ്. ഇവിടെ എവിടെയോ ഒരു വഴിയുണ്ട്. അയ്യോ, ചെറുതായിട്ടൊന്ന് അടിച്ചിട്ടുണ്ട്. ടെമ്പിൾ ഈ വഴി എവിടെയോ ആണെന്നാണ് എൻ്റെ ദിശ. നമുക്ക് ഈ വഴി അങ്ങോട്ട് ഇറങ്ങിയാൽ ഒരു ഇതുമില്ലാണ്ട് സപ്പോർട്ടിങ് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പോവാണ് ഈ ഒരു ഓഫ് റോഡിക്ക്. ഇവിടെ നിന്ന് ഒരു വഴി കാണുന്നുണ്ട്. നമുക്കിവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ ഇവിടെ മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്നും കാണുന്നില്ല. ഓക്കെ ഗൈസ്, ഞാനൊന്ന് മാപ്പ് നോക്കട്ടെ. ടെമ്പിൾ ഇവിടെയാണ് ലൊക്കേഷൻ ഉണ്ട്, പക്ഷെ ഇതാവുന്നില്ല. കൂടുതൽ നമുക്കെന്തായാലും ഹൈഡിന്ന് മാറ്റാം, അതേ നടക്കത്തുള്ളൂ. അങ്ങനെ റോട്ടിൽ കയറിയിട്ട് ഹൈഡിന്ന് മാറ്റാം. ഹൈഡിന്ന് മാറ്റിയിട്ടുണ്ട്, അവസാനം ഹൈഡിന്ന് മാറ്റി. പിന്നെ നമ്മൾ പോണ്ട ടെമ്പിൾ വന്നിട്ട് ഇവിടെയാണ്. ഓക്കെ, ഞാൻ ലൊക്കേഷൻ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഹൈഡിൽ തന്നെ ഇടാം. ഓക്കെ, നമ്മുടെ ജീപ്പിൻ്റെ ഉള്ളിൽ വന്നിട്ട് ഈ ഒരു ഹൈഡിങ് മാപ്പ് ഹൈഡ് ചെയ്യുമ്പോൾ ഞാൻ എന്തായാലും പ്രത്യേകിച്ച് ഈ വണ്ടി എടുത്തിട്ട് വരാൻ കാരണം തന്നെ ഇതിൽ മാപ്പുണ്ട്. അതാണ് മെയിനായിട്ട് നമ്മളതിൽ. പിന്നെ ഇത് കുറച്ച് ബമ്പറും കാര്യങ്ങളൊക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഫിറ്റിംഗ് ഒക്കെ സംഭവം സെറ്റാണ്. ഈ ജീപ്പ് നല്ലോണം കയറും. പക്ഷെ എൻ്റെ എന്താണെന്നറിയോ പ്രശ്നം, നമ്മൾ ഇതിൻ്റെ ടയർ സെറ്റ് ചെയ്തിട്ടില്ല. ടയർ സെറ്റ് ചെയ്തില്ലെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാലോ. ഓക്കെ ഗൈസ്, നമുക്ക് ഇതുവരെ മേടിച്ചത് മതി. എന്തായാലും അടുത്ത വീഡിയോയിൽ പാർട്ട് 2 വീഡിയോയിലായിട്ട് നമുക്ക് കാണാം. ബൈ.